നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ പ്രതിദിന കോവിഡ് രോഗികൾ 5000-ലേക്ക് ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4397 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിദിന കോവിഡ് രോഗികളുടെ വർധനവ് കുതിച്ചുയർന്നതോടെ ആരോഗ്യ മന്ത്രാലയം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് അറിയിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4397 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 4,41,999 ഉയർന്നു. ഖത്തറിൽ 4169 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചു. ചികിത്സയിലായിരുന്ന 828 പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടി. ആകെ 2,49,607 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 3573 പേർക്ക് സമ്പർക്കത്തിലൂടെയും 596 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണ്. കോവിഡ് ബാധിച്ച് പുതിയതായി 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 621 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ചു മരിച്ചത്. ആകെ 2,78,698 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായി കടകളിൽ നടത്തിയ പരിശോധനയിൽ 200 നിയമലംഘനങ്ങൾ കണ്ടെത്തി. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ആൻഡ് പബ്ലിക് സെക്യൂരിറ്റി സെക്ടറും ചേർന്നാണ് വിവിധ വാണിജ്യ സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. അടച്ചിട്ട സ്ഥലങ്ങളിലെ ഒത്തുചേരലുകളും വിവാഹ പാർട്ടികളും കണ്ടെത്താനും ഫീൽഡ് പരിശോധന നടത്തുന്നു. 50 കടകൾ അടപ്പിക്കുകയും 131 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. ഹവല്ലി ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നത് തുടരുന്നു. നിയമം ലംഘിച്ച 416 പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു. ഇവരിൽ 320 പേരും മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത്. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 83 പേർ പിടിയിലായി. മൊബൈലിൽ ഇഹ്തിറാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിന് 13 പേരെയും പിടികൂടി. എല്ലാവരെയും തുടർ നടപടിക്കായി പ്രോസിക്യൂഷന് കൈമാറി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഖത്തറിൽ ഇതുവരെ 1000-കണക്കിന് പേരെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. വാരാന്ത്യ അവധിയിൽ മാറ്റം വന്നതോടെ ദുബായ് അൽ മക്തൂം പാലത്തിൽ ഞായറാഴ്ചകളിൽ സാലിക് ടോൾ ഫീസ് ഈടാക്കില്ലെന്ന് RTA അറിയിച്ചു. അതേസമയം വെള്ളിയാഴ്ചകളിൽ പാലം കടന്നു പോകുന്നവരിൽ നിന്ന് സാലിക് ഈടാക്കും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടയ്ക്കുന്ന സമയവും പുനർനിർണയിച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെയാണ് പാലം അടക്കുക. ശനിയാഴ്ച രാത്രി 10-ന് അടയ്ക്കുന്ന പാലം തിങ്കളാഴ്ച പുലർച്ചെ 6-നാണ് തുറക്കുന്നത്. നേരത്തെ വ്യാഴാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു പാലം അടച്ചിരുന്നത്. സൗദിയിൽ 2000-ലധികം പേർക്ക് ഇന്ന് കോവിഡ് ഭേദമായി. 4600 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 30,000-ഓളമായി ഉയർന്നു. 2020 ഓഗസ്റ്റ് 23 ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്തെ കോവിഡ് മുക്തി 2000-ന് മുകളിലേക്ക് ഉയരുന്നത്. രോഗമുക്തിയിൽ പ്രകടമായ വൻ വർധനവ് ജനങ്ങളിൽ ആശ്വാസം വർദ്ധിപ്പിച്ചു. അതേസമയം 4652 പേർക്ക് കൂടി ഇന്ന് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. 1.5 ലക്ഷത്തിലധികം പേരിൽ നടത്തിയ പരിശോധനയിലൂടെയാണ് ഇത് കണ്ടെത്തിയത്. ഇന്നത്തേത് ഉൾപ്പെടെ 29,728 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. പുണ്യനഗരമായ മക്കയിലെ പള്ളിയിൽ സംസം ജലവിതരണത്തിന് യന്ത്രമനുഷ്യ സംവിധാനം. 10 മിനിറ്റിനുള്ളിൽ 30 ബോട്ടിലുകളിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന യന്ത്രമനുഷ്യനെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. 8 മണിക്കൂറാണ് റോബോട്ട് പ്രവർത്തിക്കുക. ഒരു കുപ്പി സംസം വെള്ളം 20 സെക്കൻഡിനുള്ളിൽ ആവശ്യക്കാരന് നൽകും. പള്ളിയുടെ മുഴുവൻ ഭാഗങ്ങളിലും കൂടുതൽ റോബോട്ടുകളെ സജ്ജീകരിക്കും. സംസം വെള്ളം എല്ലാ ദിവസവും ലബോറട്ടറികളിൽ പരിശോധിച്ച് സുരക്ഷയും നിലവാരവും ഉറപ്പുവരുത്തുന്നതായി അധികൃതർ അറിയിച്ചു. ഖത്തറിലേക്ക് വരുന്നവർ ഇഹ്തിറാസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് യാത്ര കൂടുതൽ എളുപ്പത്തിലാവുമെന്ന് അധികൃതർ. കോവിഡ് സാഹചര്യത്തിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള എൻട്രി പോർട്ടലായ ഇഹ്തിറാസിൽ നിലവിൽ നിരവധി പുതിയ സൗകര്യങ്ങളുണ്ടെന്നും എയർപോർട്ട് പാസ്പോർട്ട് വിഭാഗം ഓഫീസർ ക്യാപ്റ്റൻ അബ്ദുൽ അസീസ് അൽ റുമൈഹി പറഞ്ഞു. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ ഇഹ്തിറാസിൽ രജിസ്റ്റർ ചെയ്യാം. ഹോട്ടൽ ക്വാറന്റൈൻ, PCR പരിശോധനാ ഫലം, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ സബ്മിറ്റ് ചെയ്ത് അനായാസം രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് രാജ്യത്തേക്ക് എൻട്രി പെർമിറ്റ് ലഭിക്കുന്നതോടെ യാത്രയും എളുപ്പമാകും. ഖത്തർ റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ ക്യാപ്റ്റൻ സംസാരിക്കുകയായിരുന്നു.
പ്രവാസികൾക്ക് മുന്നിൽ കടുത്ത വായ്പാ നയങ്ങളുമായി കുവൈറ്റിലെ ചില ബാങ്കുകൾ. പ്രതിമാസം 700 ദിനാറെങ്കിലും മാസശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ വായ്പാ ആനുകൂല്യം നൽകുകയുള്ളൂവെന്ന് ബാങ്കുകൾ അറിയിച്ചതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു.